പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റെഡ് കാറുകൾ നിങ്ങൾ കൗണ്ട് ചെയ്യൂ. ഓരോ കാറിനും നിങ്ങൾ എത്ര കാർ കാണുന്നോ ഓരോ കാറിനും ഞാനൊരു 500 രൂപ അങ്ങോട്ട് തരാം എന്ന് പറയാണ്. തരാൻ ഇതിലില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മനഃപൂർവ്വമായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ആദ്യം മുതൽ നിങ്ങൾ എവിടെ ഡെസ്റ്റിനേഷൻ എത്തുന്നോ അവിടെ വരേക്കും എത്ര കാർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടി അവിടെ എത്തിയാൽ പോലും നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു വരും, 1-2 കൂടുതൽ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുതരികയാണ് എങ്കിലും നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എല്ലാത്തിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി ഏത് കാര്യത്തിലും നമ്മളിലേക്ക് എത്തുന്ന ഏത് കാര്യവും അതിലെന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ശരിക്കും നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യ സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ റെഡ് കാർ തിയറി നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യബോധമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാൻ ഈ ഒരു തിയറി ഉപയോഗപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്, ഓൾവേസ് കീപ് സ്മൈലിംഗ്.